ഈ കമന്റ് നമുക്കൊന്ന് പരിശോധിച്ചാലോ? സർക്കാരിന്റെ പാഠ്യപദ്ധതിയിൽ 5 മുതൽ 10 ക്ലാസ്സുകൾക്ക് വരെ നിർബന്ധിത വിദ്യാഭ്യാസമാണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. ഇതിനായി വ്യത്യസ്ത രീതിയിലുള്ള പാഠപുസ്തകങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട്. 2000 മുതൽ 5000 വരെ കുട്ടികളുള്ള സ്കൂളുകളിലും ഒരു കായികാധ്യാപകൻ മാത്രമേ ഉണ്ടാകാറുള്ളൂ. എന്നാൽ പല സ്കൂളുകളിലും 5ഓ 6ഓ ക്ലാസ്സുകൾക്ക് ഒരേ സമയമാണ് PT പീരീഡുകൾ ഉണ്ടാവുക. ഈ ക്ലാസ്സുകളെ എങ്ങനെയാണ് കായികാധ്യാപകർ എന്റർടൈൻ ചെയ്യുന്നതെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? മറ്റുള്ള സബ്ജക്റ്റുകളായ മാത്സ്, ഇംഗ്ലീഷ്, അറബി എന്നിവ പഠിപ്പിക്കാൻ 30 കുട്ടികൾക്ക് ഒരു അധ്യാപകന്. ആ സബ്ജക്റ്റുകൾക്ക് തിയറി ക്ലാസ്സുകൾ മാത്രമേ ഉള്ളൂ. എന്നാൽ പ്രാക്ടിക്കൽ ക്ലാസ്സും തിയറി ക്ലാസ്സും ഉള്ള ഫിസിക്കൽ എഡ്യൂക്കേഷൻ ക്ലാസ് എടുക്കാൻ മതിയായ അധ്യാപകർ നമ്മുടെ സ്കൂളുകളിലുണ്ടോ? കേരളത്തിൽ നിലവിൽ കായികാധ്യാപകരുള്ള പല UP സ്കൂളുകളിൽ വലിയ രീതിയിലുള്ള വംശനാശ ഭീഷണിയാണ് കായികാധ്യാപകർ നേരിടുന്നത്. 500 കുട്ടികൾക്ക് ഒരു കായികാധ്യാപകൻ എന്നാണല്ലോ ഇപ്പോഴത്തെ റേഷ്യോ. അതിൽ ഒരു കുട്ടി കുറഞ്ഞാൽ പോലും അവിടുത്തെ അധ്യാപകന്റെ പോസ്റ്റ് നീക്കം ചെയ്യപ്പെടുന്നു. ഇതിൽ നഷ്ടം കായികാധ്യാപകർക്കല്ല, അവർക്ക് മറ്റുള്ള ജോലികൾ ചെയ്ത് ജീവിക്കാവുന്നതാണ്. എന്നാൽ വിദ്യാർത്ഥികൾക്കോ അവർക്ക് അവകാശപ്പെട്ട കായിക വിദ്യാഭ്യാസം നഷ്ടമാകുന്നു. രാജ്യത്തിന് അഭിമാനമാകുന്ന കായിക താരങ്ങളെ കണ്ടെടുക്കേണ്ടത് UP ക്ലാസ്സുകളിൽ നിന്നാണ്. എന്നാൽ നിലവിൽ അധ്യാപകരില്ലാത്ത സ്കൂളുകളിൽ എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്? PT ഉഷയെ പോലെ, മെസ്സിയെ പോലെ, ഉസൈൻ ബോൾട്ടിനെ പോലെ ഉള്ള കായിക താരങ്ങളെ നമുക്ക് വാർത്തെടുക്കേണ്ടതില്ല എന്നാണോ? ഇതിൽ വിദ്യാർത്ഥികളുടെ കായിക വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്നു. ഈ പ്രവണതയിലൂടെ വിദ്യാർത്ഥികൾ കായിക നിരക്ഷരാകുന്നു. എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹം ഇത് മനസ്സിലാക്കാത്തത്, അധികൃതർ ഗൗരവത്തിലെടുക്കാത്തത്? 500 കുട്ടികൾക്ക് ഒരു കായിക അധ്യാപകൻ എന്ന റേഷ്യോ എന്നെ മാറ്റി എഴുതേണ്ടിയിരിക്കുന്നു. 300 കുട്ടികൾക്ക് ഒരു കായിക അധ്യാപകൻ എന്ന നിലയിൽ നിയമം മാറ്റിയില്ലെങ്കിൽ നമ്മുടെ പല സ്കൂളുകളിലെ UP വിഭാഗത്തിലെ കായികാധ്യാപകരും നമുക്ക് നഷ്ടമാകും. ഹൈസ്കൂളുകളിൽ 8, 9, 10 ക്ലാസ്സുകൾക്ക് കായിക വിദ്യാഭ്യാസം പാഠപുസ്തകം ഉണ്ടെങ്കിലും 10ാം ക്ലാസ്സിലെ പീരീഡുകൾ പരിഗണിക്കപ്പെടുന്നില്ല. 8, 9 ക്ലാസ്സുകളിലെ 5 പീരീഡുകൾ മാത്രം വെച്ചുകൊണ്ടാണ് കായികാധ്യാപകരെ നിലനിർത്തുന്നത്. ഈ രീതിയിൽ വ്യവസ്ഥിതികൾ സർക്കാർ മാറ്റി എഴുതിയില്ല എങ്കിൽ നമുക്ക് പല സ്കൂളുകളിലെയും കായികാധ്യാപകരെ നഷ്ടമാകുന്നു. 500 കുട്ടികളിൽ ഒരു കുട്ടി കുറഞ്ഞാൽ വരെ കായികാധ്യാപക തസ്തികകൾ നഷ്ടമാകുന്നു. അതിന് ഉത്തമ ഉദാഹരണമാണ് ഈ കമന്റ് ചെയ്ത വ്യക്തി. കേരളത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ 13ഓളം കായികാധ്യാപകരാണ് പോസ്റ്റ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. 500-ൽ നിന്നും 1ഓ 2ഓ കുട്ടികൾ കുറഞ്ഞതിന്റെ പേരിൽ കുട്ടികളുടെ നല്ലൊരു കായിക ഭാവിക്ക് വേണ്ടി അധികൃതർ കനിയണമെന്ന് അഭ്യർത്ഥിക്കുന്നു.